കഴിഞ്ഞ ഡിസംബറിൽ ഈ നട്ടുച്ച സമയത്ത് ഇവിടെ നിന്ന് കാണാമറയത്തായതാണ് ഈ സ്കൂട്ടർ. 2 മാസങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് അതേ സ്പോട്ടിൽ സ്കൂട്ടർ തിരിച്ചെത്തി. എന്താണ് സംഭവിച്ചെന്ന ഒരു അമ്പരപ്പാണ് സ്കൂട്ടർ ഉടമയ്ക്കും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒക്കെ. ഇത് ഈ കെട്ടിടത്തിലെ ജീവനക്കാരൻ കൂടിയാണ്. എന്താണ് സംഭവിച്ചത്? അന്ന് നമ്മൾ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്താണ് നമ്മൾ ഷോപ്പിൽ എന്തായാലും വെള്ളിയാഴ്ച എല്ലാവരും ജോലിക്കാരെല്ലാവരും പള്ളിയിൽ പോകുന്ന ടൈമിൽ 1 മണി സമയത്താണ് ഒരാൾ വന്നിട്ട് ഒരു വേഷത്തിലാണ് ആൾ വന്നിരുന്നത്. അപ്പോൾ ഒരു മുസ്ലിം വേഷാധികാരി രീതിയിൽ വന്ന് ആൾ വണ്ടിമ കുറച്ച് ടൈം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് വണ്ടിമ വന്ന് ഇരുന്നിട്ട് ആ വണ്ടിയിൽ ചാവി ഓൾറെഡി ഇവിടെ വണ്ടിമ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾ ആ ചാവി എടുത്ത് നേരെ വണ്ടി എടുത്തിട്ട് നേരെ തിരൂർ ഭാഗത്തേക്ക് പോവുകയും ചെയ്തത്. പിന്നെ അതങ്ങനെ പോയി. 20-ാം തീയതിയാണ് വണ്ടി നഷ്ടപ്പെട്ടത്. ഡിസംബറിൽ ഒരു ഉച്ചക്കാണ് നഷ്ടപ്പെട്ടത്. പിന്നെ ഇന്നലെ 16-ാം തീയതി രാത്രി ഞായറാഴ്ച റിട്ടേൺ കൊടുന്ന് വെച്ച്. റിട്ടേൺ രാത്രി 10:30 നമ്മൾ 10 മണിക്ക് ഷോപ്പ് അടച്ചു. 10:30 ആയപ്പോൾ ഓൾറെഡി വണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ജോലിക്ക് വരുന്ന സമയത്താണ് ജോലിക്കാർ കണ്ടിട്ട് പോലെ വണ്ടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ സന്തോഷവും എന്താ പറയുക അതിൽ തിരിച്ചു കൊടുന്ന് വെച്ചപ്പോൾ കിട്ടിയ സന്തോഷവും അതേമാതിരി അതിലൊരു രസകരമായ ഒരു രീതി വന്നതുകൊണ്ടും അതെല്ലാവരും ന്യൂസ് പെട്ടെന്ന് തിരിച്ച് കൊണ്ടുവരുമ്പോൾ വണ്ടി അതേ കണ്ടീഷനിൽ തന്നെയാണ്. വണ്ടി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ വീണിട്ട് എന്തൊക്കെയോ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയിൽ ടയർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് പുതിയ ടയർ ഇട്ടു. ടയർ ചെയ്തതാണെങ്കിലും ടയർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും മോഷ്ടാവിന് മാനസാന്തരം വന്നതാണോ എന്നറിയില്ല. ടയറും മാറ്റി ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചാണ് വണ്ടി തിരികെ അതേ സ്പോട്ടിൽ തന്നെ 2 മാസങ്ങൾക്കിപ്പുറം കൊണ്ടുവച്ചിട്ടുള്ളത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുണമൃത നമുക്കിപ്പോൾ ഉണ്ട്. അരുണേ, കാരുണ്യവാനായ കള്ളൻ എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണല്ലോ. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരിക്കുന്നു, ടയർ മാറ്റിയിരിക്കുന്നു. അല്ലറ ചില്ലറ പവറിലൊക്കെ ഒന്നെങ്കിലും ടയർ മാറ്റി. ടയറിന് തന്നെ 10,500 രൂപയാവും. എണ്ണ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിലും 500 രൂപ. അപ്പോൾ മൊത്തത്തിൽ ലാഭമാണ്. 2 മാസത്തെ ഒരു വിഷമമാണെങ്കിലും തിരിച്ചു കിട്ടിയപ്പോൾ ലാഭമാണ്. എന്നാലും ഈ കള്ളൻ ആരാണ്? ദിവിഷ്, നമ്മളവിടെ എത്തിയപ്പോൾ എന്താപ്പോ പറയണു, കള്ളെന്ന് പറയണോ, അങ്ങനെയുള്ള ഒരു സംസാരമാണ് നമ്മൾ ആ കൊളോക്കിയൽ സ്റ്റൈലിൽ അവിടെ നാട്ടുകാർ പറയുന്നതായിട്ട് കേട്ടത്. സംഭവം കള്ളനാണ്. പക്ഷെ ഇപ്പോൾ ഒരു നന്മയുടെ പരിവേഷം കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് നാട്ടുകാരാകെ ഒരു അമ്പരപ്പിലാണ്. അതായത് 2 മാസം മുമ്പേ, ഇത് കൃത്യമായി പറഞ്ഞ ഡിസംബർ മാസമാണ്, ഒരു പട്ടാപ്പകൽ സമയം, ഈ വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരത്തിൻ്റെ സമയമുണ്ട്, എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയമാണ്. അപ്പോൾ അവരുടെ കോമ്പൗണ്ട് തന്നെയായിരുന്നു, ആ കടയുടെ മുൻപിൽ തന്നെയായിരുന്നു. അപ്പോൾ കീ ഒക്കെ വണ്ടിയിൽ തന്നെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും വണ്ടി അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ചിട്ട് പോയതാണ് സ്കൂട്ടർ. അപ്പോൾ CCTV ദൃശ്യത്തിൽ ക്ലിയർ ആയിട്ട് ഒരാൾ വരുന്നു, വെള്ളയും ഉടുപ്പിട്ട് ഒരാൾ വന്ന് വണ്ടി എടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പരാതിയൊക്കെ കൊടുത്തു. ഈ ആളെ ഇതുവരെ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. 2 മാസം കഴിഞ്ഞു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ കണ്ടത് ആ സ്കൂട്ടർ അതാ പുത്തൻ പുതിയതുപോലെ വീണ്ടും മുറ്റത്തെത്തി നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അപ്പോൾ ആകെ ഒരു അമ്പരപ്പായി. CCTV ദൃശ്യം എടുത്തു നോക്കിയപ്പോൾ ഒരു അർദ്ധരാത്രി ഒരു 10 മണിക്ക് ശേഷമാണ്. അതിന് ശേഷം ഈ സ്കൂട്ടർ അവിടെ കൃത്യമായി പാർക്ക് ചെയ്യുന്നതായിട്ട് കണ്ട് അതേപോലെ ആൾ നടന്നു പോകുന്നുമുണ്ട്. നോക്കുമ്പോൾ ഒരു ടയർ മാറ്റിയിട്ടുണ്ട്, ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു 2 മാസത്തേക്ക് സ്കൂട്ടർ എടുത്ത് പോയതാണോ ഈ കള്ളൻ എന്നുള്ളതാണ് നാട്ടുകാരുടെ സംശയം. ഇനിയും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആകെ ഒരു മൊത്തം മണ്ടറടിച്ച കഥയാണ്. നമ്മളും അതേ ഒരു അമ്പരപ്പ് തന്നെയാണ്. എന്താണ് ഈ സംഭവം എന്നുള്ളതായിരിക്കും ആരും ചോദിച്ചു പോവുക. അങ്ങനെ ഒരു കൗതുകമുള്ള ഒരു മോഷണത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ വടക്കേമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടത്. മലപ്പുറം നഗരത്തോട് അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അവിടെ നന്മയുടെ പരിവേഷം നമ്മൾ കൊടുക്കുന്നു, എടുത്ത സാധനം തിരിച്ചു വെച്ചു. പക്ഷേ ഈ 2 മാസ കാലയളവിൽ ഈ വണ്ടി എന്തിനൊക്കെ ഉപയോഗിച്ചതെന്ന് അറിയില്ല. ഇനി പോലീസ് പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ തപ്പി വരാതിരിക്കട്ടെ എന്നുകൂടി ആശിക്കാം. എന്തായാലും എടുത്തു, തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു, അതിലൊരു കൗതുകമുണ്ട്. അതിരിക്കട്ടെ, ഇനി വേറെ പൊല്ലാപ്പുണ്ടാവാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.